നമ്മുടെ തിരക്കിട്ട ജീവിതത്തിനിടയിൽ നമുക്ക് വേണ്ടപ്പെട്ടവർക്കും നമ്മുടെ ഫ്രണ്ട്സിനും ഒക്കെ ബർത്ത്ഡേ വിഷ് ചെയ്യാൻ പോലും മറന്നു പോകുന്നവരാണ് നമ്മൾ അധികം ആൾക്കാരും. എന്നാൽ നമ്മുടെ എല്ലാം കയ്യിലിരിക്കുന്ന ഈ സ്മാർട്ട് ഫോണിൽ ഇതിനുള്ള പരിഹാരമുണ്ട് എന്നുള്ള കാര്യം നമ്മളിൽ ഒരു 50% ആൾക്കാർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം. അതായത് നമ്മുടെ ഈ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ഇത്തരം ബർത്ത്ഡേ വിഷസും അല്ലാതെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെസ്സേജുകളും എല്ലാം വളരെ വളരെ മുൻകൂട്ടി തന്നെ ഇന്ന ഡേറ്റിൽ ഇന്ന സമയത്ത് ഇന്ന ആൾക്ക് കിട്ടുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് എങ്ങനെ ചെയ്യണമെന്ന് നോക്കിയാലോ. അപ്പോൾ ഇത്തരം വീഡിയോകൾ വീണ്ടും വീണ്ടും ലഭിക്കുന്നതിന് വേണ്ടി ഈ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇതിനുവേണ്ടി നിങ്ങളുടെ മെസ്സേജ് ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ആർക്കാണോ മെസ്സേജ് അയക്കേണ്ടത് അവർക്ക് അവരുടെ സെലക്ട് ചെയ്യുക. ഞാൻ ആളിനെ സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ എന്ത് മെസ്സേജ് ആണോ നിങ്ങൾക്ക് അയക്കേണ്ടത് ഈ മെസ്സേജ് ബോക്സിൽ ഞാൻ ഇവിടെ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള മെസ്സേജ് ടൈപ്പ് ചെയ്തു. ഇനി ഇത് എനിക്ക് ഇന്ന ഒരു പ്രത്യേക ഡേറ്റിൽ ഒരു പ്രത്യേക സമയത്തിന് ഒരാൾക്ക് അയക്കാനുള്ളതാണ്. അതിനുവേണ്ടി ഇതിന്റെ വലത് ഭാഗത്ത് സർക്കിളിൽ ബ്ലൂ കളറിൽ കാണുന്ന ഒരു ബട്ടൺ കണ്ടോ, അതിലൊന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻ വരും. ഇവിടെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. നമുക്കൊരു പ്രത്യേക ഡേറ്റിൽ പ്രത്യേക സമയത്തിന് അയക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും അവസാനം കാണുന്ന ഈ സെലക്ട് ഡേറ്റ് ആൻഡ് ടൈം എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടോ, അത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സ്ക്രീൻ വരും. ഇവിടെ ജൂലൈയിലാണ് അയക്കേണ്ടത് ജൂലൈ, ഇനി അടുത്ത മാസത്തിലാണെങ്കിൽ ഈ വലത് ഭാഗത്ത് കാണുന്ന ആരോഗ്യം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അടുത്ത മാസം ഇങ്ങനെ മാറി വരും. അതേപോലെ ലെഫ്റ്റിലോട്ട് പ്രസ് ചെയ്താൽ ജൂലൈയിൽ തന്നെ വരും. അപ്പോൾ ഇതിൽ ഏത് ഡേറ്റ് ആണ് എന്നുള്ളതൊന്ന് സെലക്ട് ചെയ്യുക. ഞാനിവിടെ 25 ഡേറ്റ് സെലക്ട് ചെയ്തു. ഈ ഡേറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ താഴെ കാണുന്ന നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ കണ്ടോ, അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നേരെ ടൈമിലേക്ക് വരും. ഇവിടെ ആദ്യം കാണുന്നത് അവർ ആണ്. സോ എനിക്ക് 6 o'clock അയക്കേണ്ടത്. 6 ആൻഡ് ഇത് മിനിറ്റ് ആണ്. അപ്പോൾ അത് ഞാൻ 30 ആക്കുന്നു. ഇനി വലത് ഭാഗത്ത് കാണുന്ന AM PM ആണോ, രാവിലെ ആണോ, ഉച്ചയ്ക്ക് ശേഷമാണോ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത് സെലക്ട് ചെയ്തതിനു ശേഷം സെറ്റ് കൊടുക്കുക. സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും ഇങ്ങനെ ഒരു സ്ക്രീനിലേക്ക് വരും. ഇവിടെ വീണ്ടും ഈ മെസ്സേജ് ബോക്സിന്റെ വലത് ഭാഗത്ത് കാണുന്ന ബ്ലൂ സർക്കിൾ കണ്ടോ, അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ആ മെസ്സേജ് അവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഈ നമ്മൾ സെലക്ട് ചെയ്ത ആ സമയത്ത് ആ പ്രത്യേക ഡേറ്റിൽ അയാൾക്ക് കറക്റ്റ് ആയിട്ട് ആ മെസ്സേജ് ലഭിക്കുന്നതായിരിക്കും. ഇനി നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്ത മെസ്സേജിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ ഈ മെസ്സേജിന്റെ വലത് ഭാഗത്ത് കാണുന്ന ഈ ബ്ലൂ സർക്കിൾ കണ്ടോ, അവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഞാൻ പ്രസ് ചെയ്ത് കൊടുക്കൂ. എന്നതിന് ശേഷം ഇതിന്റെ ഏറ്റവും മോൾ ഭാഗത്ത് കാണുന്ന ഓപ്ഷൻ കണ്ടോ, അപ്ഡേറ്റ് മെസ്സേജ്, അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതിൽ പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും മെസ്സേജ് ബോക്സിലേക്ക് വരും. ഇവിടെ മെസ്സേജ് ബോക്സിൽ എന്തെങ്കിലും പ്രത്യേകം ആഡ് ചെയ്യണമെങ്കിൽ എനിക്കൊരു സ്മൈലി ആഡ് ചെയ്യണം. ഞാൻ ഇവിടെ 2 സ്മൈലി ആഡ് ചെയ്തതിന് ശേഷം എനിക്ക് ടൈം സെൻഡ് ചെയ്യുന്ന ടൈമൊക്കെ മാറണമെങ്കിൽ ഇതിന്റെ ഈ മെസ്സേജ് ബോക്സിന്റെ മുകളിൽ കാണുന്ന ഈ ബ്ലൂ പാർട്ട് കണ്ടോ, അതിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ വീണ്ടും നമ്മൾ ഈ സെലക്ട് ആൻഡ് ഡേറ്റ് ടൈം എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് നമുക്ക് ഇവിടെ ഡേറ്റ് മാറ്റണമെങ്കിൽ ഡേറ്റ് മാറ്റാം, ഡേറ്റ് അത് തന്നെ മതി. ഇനി ടൈം മാത്രം മാറ്റണമെങ്കിൽ ഡേറ്റ് അതേ ഡേറ്റ് സെലക്ട് ചെയ്ത് നെക്സ്റ്റ് പ്രസ് ചെയ്തതിനു ശേഷം നമുക്ക് ഈ ടൈം വേണമെങ്കിൽ 9:30 ആക്കി മാറ്റുന്നുണ്ടെങ്കിൽ ഇത് 9:39 ഒക്കെ ആക്കി മാറ്റി AM PM ആണോ എന്നുള്ളത് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും നമ്മുടെ മെസ്സേജ് ബോക്സിലേക്ക് വരും. വീണ്ടും ഈ ബ്ലൂ സർക്കിൾ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അപ്ഡേറ്റ് ചെയ്ത മെസ്സേജ് കണ്ടോ, അത് വീണ്ടും അവിടെ സെറ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ ഈ അപ്ഡേറ്റ് മെസ്സേജ് കറക്റ്റ് ഡേറ്റിന് കറക്റ്റ് സമയത്ത്